ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് രാവിലെ കഴിക്കാനും ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് ചുമ്മാ ഉപ്പൊന്നും ഇടാണ്ട് തോലോട് കൂടി തന്നെ 5-6 വിസിലിട്ട് പുഴുങ്ങിയെടുക്കുക കേട്ടോ. പുഴുങ്ങിയെടുത്ത ശേഷം അതുപോലെ ഇതുകൊണ്ട് കൈകൊണ്ട് ഉടച്ചെടുക്കാം. കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ പെരുംജീരകം പൊടിച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായി ചതച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നും ആക്കിയെടുക്കും. ഇതൊന്നും നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നില്ല. എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നന്നായിട്ട് ഇതാക്കിയെടുക്കുക, ഉഴച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മൂത്തായിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5-6 വിസിൽ അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് ആക്കിയെടുക്കാം. അതിന് ശേഷത്തെ കണ്ടോ ഇതുപോലെ നമ്മൾ പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായി കുഴച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടെങ്കിൽ ചപ്പാത്തി മാവ് എടുക്കാം, അല്ലെങ്കിൽ മൈദാമാവ് ഉപ്പിട്ട് കുഴച്ചെടുക്കാം. ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവ് ഞാനിപ്പം ചപ്പാത്തിയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് സെറ്റാക്കി കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ശേഷം ചപ്പാത്തി മാവ് തന്നെയാണ്, ഗോതമ്പ് പൊടി തന്നെ കുഴച്ചെടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സ്മൂത്ത് കൂടുതലായിരിക്കും. നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് കുഴച്ച് വെച്ചിട്ടുണ്ടത്, കുഴച്ച് വെച്ച് കുറച്ച് നേരം കുഴച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മൈദാമാവ് വേണമെങ്കിൽ സെയിം തന്നെ ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം, കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം നമ്മളിത് എല്ലാ വശത്തേക്കും ഇട്ടിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് നമ്മുടെ ഈ മസാല ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു 5-6 പീസാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. 5-6 പീസാക്കി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടതൊക്കെ. വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം, ശരിക്കും നല്ല ടേസ്റ്റ്. കാണുന്ന പോലെയല്ല, ഇതിൽ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ചേർക്കണം. പെരുംജീരകമൊക്കെ, വലിയ ജീരകം ഇതെല്ലാം ചേർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ സംഭവം. ഇത് കണ്ടല്ലേ, ഇങ്ങനെ എല്ലാ വശത്തേക്കും ആക്കിയ ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഇപ്പം 4 ആക്കിയില്ലേ, ഇനി അതിനെ 8 ആക്കിയിട്ട് 8 ആക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാണെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അത് നോക്കിക്കേ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇതങ്ങ് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണ്ടത് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഓരോരോ പീസാക്കി നമ്മൾ റോൾ ചെയ്തിട്ട് വറുത്ത് നമുക്കെടുക്കാം. അപ്പോൾ ഒറ്റടിക്കാനെ നമുക്ക് ഒരു ചപ്പാത്തിൻ്റെ മൊത്തം റോളുകൾ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അത് കണ്ട ചെറിയ കുഞ്ഞു പീസായി നമുക്ക് ഇത് കണ്ട കിട്ടിയിട്ടുണ്ട്. ഒന്ന് അമർത്തി കൊടുത്തേക്ക്, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല എല്ലാ എണ്ണയിൽ പോകും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡും നടുക്കൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഓയിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അതിലൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടോ. അപ്പോൾ സംഭവം നമുക്ക് പെട്ടെന്ന് രാവിലെ ചെയ്തെടുക്കാം, പണിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും രാവിലെയും ഒക്കെയാണ് നമുക്കിത് കൊടുത്തോളൂ. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എപ്പോഴും നോൺ വെജും ചിക്കൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്ന എണ്ണ മാത്രമേ നമുക്ക് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കാൻ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇനി എല്ലാം ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. മറിച്ചിട്ട ശേഷം നമുക്ക് ഇതെല്ലാം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ആകുമ്പോൾ ഇതാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാൻ കുഴച്ച് വെച്ച മാവും കുറേ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയിൽ ഇത് ചെയ്തത്, ഇനിയും ബാക്കി ഇതെല്ലാം ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി 2 സൈഡും നമ്മൾ അപ്പുറം വേവിച്ചെടുക്കുക. അധികം ഉള്ളു വേവൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഓൾറെഡി കുക്കഡാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കത്തില്ല, അതൊന്നും വേഗം അധികം സമയം വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്. ഇന്ന് തന്നെ എന്തായാലും ഉരുളക്കിഴങ്ങ് ഒരു ഞാനിപ്പോൾ ചെറിയ 2 കുഞ്ഞു ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് ധാരാളമാണ് കേട്ടോ. ഒരുപാട് എടുക്കല്ലേ, കാരണം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാം. എല്ലാം കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേ നോക്കിക്കുക, 2 കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ കോരി എടുക്കാണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ആണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ധാരാളമാണ്. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതേ നോക്കിക്കാൻ നമ്മൾ ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. നല്ല സ്മൂത്താണ്, തൊടുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരാം. താങ്ക് യു.